സ്വർഗവാണിയുടെ മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. വളരെ നല്ലൊരു ദിവസം ദൈവം നമുക്ക് വീണ്ടും തന്നു. ഈ ദിവസത്തിൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. ദൈവത്തോടും മനുഷ്യരോടും നമുക്ക് ആരെന്ത് ഉപകാരം ചെയ്താലും നമ്മൾ അവരെ പറ്റി ഓർക്കുക, നന്ദിയുള്ളവരായിരിക്കുക. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മളുടെ ആദ്യത്തെ കോളർ വെയിറ്റിങ്ങിലാണ്. ആ കോൾ എടുത്തതിന് ശേഷം നമുക്ക് തിരികെ വരാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? തിരുവല്ലയിൽ നിന്നും കുഞ്ഞുമോൾ. ആന്റി സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. മഴയും വെള്ളമൊക്കെ ഉണ്ട്. തിരുവല്ലയിൽ എന്തൊക്കെയുണ്ട് വിശേഷം? തിരുവല്ലയിൽ വിശേഷം ഒന്നുമില്ല, എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ എന്റെ ഭർത്താവുണ്ട്, മക്കള് 3 പേര്. മക്കളൊക്കെ എന്ത് ചെയ്യുക? മക്കള് ഒരാളൊരു കടയിൽ പോകുന്നു, രണ്ടാമത്തെ ആള് സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് ഷാജി ടെമ്പറേച്ചറിന്റെ കൂടെ വർക്ക് ചെയ്യുന്നു. മോള് പഠിക്കുന്നു. ആണല്ലേ? ഓ ശരി ശരി. ആന്റി നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? അതിന് കാണാറുണ്ട്. അതല്ലേ ആണോ? ആഗ്രഹമായിരുന്നു ഇത് പങ്കെടുക്കണം എന്നുള്ള. ഓ ശരി ശരി. അപ്പൊ ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെ ഒരു പാട്ടോടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാട്ട് പാടും ഞങ്ങൾ. ഞാനോ? ഞാൻ തയ്യാറൊന്നും ആയില്ല. പാടിക്കോ. നമ്മുടെ പാട്ട് കേൾക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും. അതെ അതെ, തീർച്ചയായിട്ടും അതെ. അതിനാ ഞാൻ പിന്നീട് ഞാൻ പാടാം. ഇനിയിപ്പോ ഞാൻ തയ്യാറെടുത്തില്ല. ആണോ? ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണ്ടി പാടണം കേട്ടോ. പാട്ട് ഞാൻ വിളിക്കുമ്പോൾ എടുക്കാൻ പറ്റും. ഓക്കെ, പാട്ട് പാടുക തന്നല്ല, നമുക്കിവിടെ ബൈബിൾ മ്യൂസിയം ഉണ്ട്, അറിയാമല്ലോ? അറിയാം. പിന്നെ അപ്പം അത് വന്ന് വിസിറ്റ് ചെയ്യണം. ചർച്ചിലൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുമായിട്ട് വളരെ ആഗ്രഹമുണ്ട് അവിടെ വിസിറ്റ് ചെയ്യണമെന്നുണ്ട്. ഞാൻ വചന സന്ദേശത്തിൽ അതൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട്. ആണല്ലേ? ഓ ശരി ശരി. അതിനകത്തൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ മ്യൂസിയം കാണാനും വരണം, നമ്മുടെ പ്രോഗ്രാമും കാണണം കേട്ടോ. അപ്പൊ ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും സന്തോഷം. ഓക്കെ ആന്റി, ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ശരി. അപ്പം തിരുവല്ലയിൽ നിന്ന് കുഞ്ഞുമോൾ ആന്റിയാണ് വിളിച്ചത്. അതെ അതെ അതെ. കുഞ്ഞുമോൾ ആന്റി വളരെ ഹാപ്പി, എനിക്ക് തോന്നുന്നു ആക്റ്റീവ് ഒരാളാണ്. എല്ലാ പ്രോഗ്രാംസിനൊക്കെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈം പാട്ട് പാടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കുഞ്ഞോളാൻറ്റിയുടെ പാട്ടിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അതെ. അപ്പം ഒത്തിരി സന്തോഷം. കുഞ്ഞോളാൻറ്റി ആ കുടുംബത്തെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നേരുന്നു. മക്കളെയൊക്കെ ദൈവം നല്ല നല്ല ഭാവിയൊക്കെ കൊടുക്കട്ടെ. നമുക്ക് നല്ലൊരു പാട്ട് കുഞ്ഞുമോൾ ആൻറ്റിക്ക് വേണ്ടി പാടിയിട്ട് തിരികെ വരാം. ക്രിസ്ത്യാനികൾക്ക് എക്കാലത്തും അഭിമാനിക്കാവുന്ന പാട്ടിൽ ഒന്നാണിത്. ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ആരാന്നറിയോ? അറിയില്ല. ബേണി ഇഗ്നീഷ്യസ്. അതെ, ഓ ബേണി ഇഗ്നീഷ്യസ്. അതെ അതെ. ചിത്രചേച്ചിയാണ് പാടിയിരിക്കുന്നത്.
എസ് രമേശൻ നായരാണെന്ന് തോന്നുന്നു അതിൻ്റെ ലിറിക്സ് ചെയ്തേക്കുന്നത്. എന്തായാലും വളരെ എന്താ പറയുക, നമുക്കൊന്ന് കേൾക്കാൻ നല്ല ഇമ്പമേറിയ. അതെ അതെ, സമയം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കോളേഴ്സ് ഇനിയും വെയിറ്റിങ്ങിലാണ്, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ സെക്കൻഡ് സ്റ്റാൻസ് ഇങ്ങനെ പാടിയേനെ. പാടാനും ഒക്കെ ഭയങ്കര ഒരു ഫീലാണ് ഈ പാട്ട് പാടുന്നത്. ശരിക്കും ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ആ ലിറിക്സ് എഴുതുന്നതിൻ്റെ ഒരു മഹത്വം നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ ഭയങ്കര കാവ്യാത്മകമായിട്ടാണ്. അതെ അതെ, പാപങ്ങൾ പോക്കും കാരുണ്യമേ പാടി നിന്നെ വാഴ്ത്താം, അങ്ങനെയൊക്കെയുള്ള നല്ല എന്താ പറയുന്നത്, നല്ല കാവ്യാത്മകമായിട്ടാണ് അതിൻ്റെ ആ വരികൾ എഴുതിയിരിക്കുന്നത്. അതെ അതെ അതെ. ഏതായാലും നമ്മളെ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഈ പാട്ടൊക്കെ ഇഷ്ടപ്പെടുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പം നമ്മുടെ അടുത്ത കോളർ വെയിറ്റിങ്ങിലാണ്. കോളറിന് ശേഷം തിരിച്ചു വരാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഹലോ, ഓക്കെ, വളരെ താങ്ക് യു ആണ്. ഇതാരാ വിളിക്കുന്നത്? ഇത് മാവേലിക്കര ചെന്നിത്തലേന്ന് ചെറിയാനെന്ന് പറഞ്ഞ ഒരാളാണ്. മാവേലിക്കര ചെന്നിത്തലൻ ചെറിയാൻ അങ്കിൾ. അതെ, അങ്കിൾ നേരത്തെ വിളിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ട്. ആഹാ, ഓക്കെ. ആ ഒരു സന്തോഷം കേട്ടപ്പം, ആ ഒരു വോയിസ് കേട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. എന്റെ ഈ വോയിസ് പ്രത്യേക വോയിസ്, അവളുടെ ഗൗരവമായ സൗണ്ടാ. അതൊരു ഗോഡ്സ് ഗിഫ്റ്റാ. സൗണ്ട് മാത്രമേ ഉള്ളൂ ഗൗരവം. അങ്കിള് കൂളാന്ന് തോന്നുന്നു. അതെ, അങ്കിള് ഭയങ്കര ഓക്കെ. അങ്കിളെ സന്തോഷമായിട്ടിരിക്കുന്നു. സന്തോഷമായിട്ടിരിക്കും. ദൈവം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന സന്തോഷമായിട്ടിരിക്കും. ഞാൻ പാടാം. ആ, ഓക്കെ, പാടിക്കാം. ഇന്നയോളം നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എന്റെ യേശു എത്ര വല്ലവൻ, അവനെന്നും മാറിയായവേ. എന്റെ യേശു എത്ര വല്ലവൻ, അവനെന്നും മാറിയായവൻ. ചെറിയനങ്ങളെ എത്ര സന്തോഷം. നമ്മുടെ യേശു എന്നും മതിയായവനാ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും എല്ലാ കാര്യങ്ങളും ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് നമുക്ക് വേണ്ടി കരുതുന്ന നല്ലൊരു കർത്താവാണ് നമ്മുടെ കൂടെ ഉള്ളത്, അല്ലേ? ഇതുവരെ ഇടയാക്കിയിട്ടുണ്ട്. സന്തോഷമായി. അതെ അതെ അങ്കിളെ, അതെ. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ബലം, നമ്മുടെ ഏകാന്തതയിലും എല്ലാം. അങ്കിളെ, ഓക്കെ, മക്കളൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങളുടെ സ്നേഹാന്വേഷണം അറിയിക്കുക. തീർച്ചയായിട്ടും. അപ്പൊ വീണ്ടും വിളിക്കണേ. ഓക്കെ, വീണ്ടും വിളിക്കാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഗോഡ് ബ്ലെസ്. ഓക്കെ. അപ്പം നമ്മുടെ ചെന്നിത്തലയിൽ നിന്ന് നമ്മുടെ ചെറിയാനങ്കിളാണ് വിളിച്ചത്. അതെ അതെ. അങ്കിള് ശരിക്കും ആ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരാളിങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മക്കൾ വളർന്നു വരുമ്പോൾ ഇവർക്ക് വിദേശ ജോലി കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഇവർ ഉപവാസമൊക്കെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് മക്കൾക്ക് ജോലി കിട്ടിപ്പോവും. പിന്നെ ഇവർ മിക്ക വീടുകളിലുമൊക്കെ ഇപ്പോൾ അങ്ങനെയൊക്കെയാണ്, മാതാപിതാക്കൾ വീട്ടിൽ ഒറ്റയ്ക്കാണ്. പക്ഷേ ഇതൊരു നല്ലൊരു അവസരമാണ്. കാരണം കുഞ്ഞുങ്ങളെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ദൈവത്തോട് അവർക്ക് ഒന്ന് അടുക്കാൻ പറ്റും. ഈ സമയങ്ങളിലൊക്കെ ഈ പ്രായമുള്ള മാതാപിതാക്കൾ പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും അങ്ങനെ ടൈം കിട്ടും. പിന്നെ TV സീരിയലൊക്കെ ഉള്ള കുറച്ച് എന്താ പറയുക പ്രോഗ്രാംസ് ഒക്കെ അവരൊക്കെ ഇതൊക്കെ കണ്ടുകൊണ്ട് ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. അതെ അതെ. എന്തായാലും വളരെ നല്ലൊരു അങ്കിളാണ്. ആ ഒരു സംസാരത്തിൽ ആ ഒരു എനർജറ്റിക് ടോക്ക്. അദ്ദേഹം നല്ലൊരു പാട്ട് പാടി. എന്തായാലും അദ്ദേഹത്തെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പാട്ടിലേക്ക് പോകാം. என்
ഇഷ്ടപ്പെട്ട ഒരു അതെ, അതെ. പാട്ടാണ്. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അതെ അതെ അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. പോരാ. അപ്പം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ നന്മകളൊക്കെ ഓർക്കുമ്പോൾ ഓരോ ദിവസവും അതിന് ദൈവം നമ്മളെ ഈ സംരക്ഷിക്കുന്നതൊക്കെ എഴുതിയേക്കുന്ന ഓർക്കുമ്പോൾ ആ ലിറിക്സ് റൈറ്റർ പറഞ്ഞേക്കുന്നത് എൻ്റെ സങ്കടങ്ങൾ തീർത്തതിലോ എൻ്റെ ആവശ്യം നിറവേറ്റിയതിലോ ഒന്നുമല്ല, എനിക്കായി നമുക്ക് പപ്പായുണ്ട് അമ്മയുണ്ട് എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി അവരും സാക്രിഫൈസ് ചെയ്യും. പക്ഷേ ദൈവം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി മരിച്ച കർത്താവ്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. ആ ഒരു ദൈവത്തെ പാടി സ്തുതിക്കാൻ നമുക്കും അവസരം കിട്ടുന്നത് എത്ര വലിയ ഭാഗ്യമാണ്. അതെ അതെ. ഓക്കെ, നമുക്ക് അപ്പോൾ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. സ്വാഗതം. ഇതാരാ വിളിക്കുന്നത്? ആലീസ് ജോയി പന്തളം. ആലീസ് പന്തളം. ആ ആന്റി സുഖമായിട്ടിരിക്കുന്നോ? ആ സുഖമായിട്ടിരിക്കുന്നു. വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ആ ഞാൻ തന്നെ ഉള്ളു, എല്ലാരും ഇല്ല. ആണോ? ഓ ശരി ശരി. ആന്റി എന്താ ജോലി ചെയ്യുവാണോ അതോ ഹൗസ് വൈഫ് ആണോ? ഞാൻ ജോലിയൊന്നും ചെയ്യുന്നില്ല, ഹൗസ് വൈഫാ. ആണല്ലേ? ഓ ശരി ശരി. നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? കാണാറുണ്ട്, എന്നാലും വിളിച്ചായിരുന്നു. ഓ ശരി ശരി. അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഏത് പാട്ടാണ് ഇന്ന് പാടാൻ പോകുന്നത്? ഞാനോ? ആ ഞാൻ പാടുന്നതോ? ആ നമുക്ക് വേണ്ടി രണ്ടുപേര് പാട്ട്. ആ പാടാം. എന്നുമാനുവേ ഞാൻ നിൽക്കുന്നായി പാറമേ, ഞാൻ നിൽക്കുന്നായി പാറമേ, വൻമഴ പെയ്യും നേരത്തും ഞാൻ നിർഭയനായി തീർന്നിടും, കാറ്റടിച്ചാലും ഉച്ചത്തിൽ പാടിടും ഞാൻ കോട്ടയിൽ, എന്നിമ്മാനുവേ ഞാൻ നിൽക്കുന്നായി പാറമേ, ഞാൻ നിൽക്കുന്നായി പാറമേ. ആന്റി ഹലോ. നല്ല ഉറപ്പും ബലവുമുള്ള ഒരു ആളാണല്ലേ? ആ അതാ പാട്ട് കേട്ടിട്ട് നമുക്കറിയാം നല്ല ദൈവത്തിൽ ഒത്തിരി വിശ്വാസമുള്ളൊരു വ്യക്തിയാണെന്ന്. ആ ഞങ്ങൾ ആന്റിക്ക് വേണ്ടി ഏത് പാട്ടാ പാടിത്തരേണ്ടത്? എനിക്കൊരു പഴയ പാട്ട് മതി. ഓക്കെ, ഒരു പഴയ ഗാനം ഇന്ന് ആന്റിക്ക് വേണ്ടി ഞങ്ങൾ പാടിത്തരാം കേട്ടോ. ആ വീണ്ടും വിളിക്കണേ. ആ വിളിക്കാം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ആലീസ് ആൻറ്റി. അതെ, ആലീസ് ആന്റിയാണ് വിളിച്ചത്. നല്ലൊരു പാട്ട് പാടി. അതെ അതെ. പാടാൻ പറഞ്ഞപ്പം മടിയൊന്നും കൂടിയില്ല, മടിയൊന്നും ഇല്ലാതെ അങ്ങ് പാടി. അതെ അതെ, മടിയൊന്നും ഇല്ലാതെ തന്നെ പഴയൊരു പാട്ടാണ് ആന്റി ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്കൊരു നല്ലൊരു പാട്ട് ആന്റിക്ക് വേണ്ടി പാടിയിട്ട് തിരിച്ചു വരാം. തിരിച്ചു വരാം. വേണ്ടും വിധം ചാമയ്ക്കാൻ നിങ്ങളിപ്പോൾ വന്നു, വേണ്ട വിഭവങ്ങളെല്ലാം ചേർത്തു ഞാൻ വരുന്നു, വേണ്ടും വിധം ചാമയ്ക്കാൻ നിങ്ങളിപ്പോൾ വന്നു, വേണ്ടുവോളം ഭോജിക്കുവിൻ തൃപ്തരാവി നിന്ന്, വേണ്ടുവോളം ഭോജിക്കുവിൻ തൃപ്തരാകുവിൻ നിന്ന്, വേണ്ടിനാക്ഷണം ലഭിച്ച മനുജരുടൻ രാജാത്മജവിരുന്നതിൻ വിവരം ഈ ഉപമയോപസാരം, രാജാത്മജവിരുന്നതിൻ വിവരം ഈ ഉപമയോപസാരം. ഒരു പഴയ ഒരു ഗാനമാണ് രാജാത്മജ ഇരുന്നതിൻ വിവരം. എനിക്ക് കേൾക്കാൻ ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അതെ അതെ. ശരിക്കും ഇതിൻ്റെ ഒരു രാഗം എന്ന് പറയുന്നത് ചാരികേശി എന്ന് പറയുന്ന രാഗമാണ്. അപ്പം അത് ശരിക്കും നല്ല മൂഡാണ് അത് കേൾക്കാൻ. ശരിക്കും ഇതൊരു സാഡ് സോങ്സ് ഒക്കെയാണ് ഈ രാഗത്തിൽ കൂടുതൽ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനൊരു സെമി ക്ലാസിക്കൽ പാട്ടൊക്കെ ഈ രാഗത്തിൽ ചെയ്ത
പിന്നെ വളരെ പാടാനും നമുക്കൊരു രസമാണ്. എന്തായാലും വളരെ നല്ലൊരു പാട്ടാണ്. നമുക്ക് അടുത്ത കോൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. ഓക്കെ. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ് വിളിക്കുന്നത്? തിരുവനന്തപുരത്ത് നിന്ന് മേഴ്സി. മേഴ്സി ആന്റി, എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ. എന്തിയെ, വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ. നമ്മുടെ സ്വർഗവാണി എന്നുള്ള പ്രോഗ്രാം കാണാറുണ്ടോ? കാണാറുണ്ട്. ഓക്കെ. സ്വർഗവാണി എന്നുള്ള പ്രോഗ്രാം കാണുന്നു, അതിന്റെ നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് കേട്ടോ. അപ്പൊ ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടിന്റെ 2 വരി പാടാമോ? പാടാം. പാടിക്കോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേ ചുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേ ചുപരാ, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഒത്തിരി സന്തോഷം ഈ പാട്ട് പാടിയത്. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടോ. അത് മേഴ്സി ആന്റിയുടെ ഒരു വോയിസിൽ കേൾക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. ഓക്കെ ആന്റി, ഇനിയും സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കുക, ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കുക. അതുപോലെ നമ്മുടെ ഇവിടെ ഒരു ബൈബിൾ മ്യൂസിയം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അടുത്തുള്ള സ്ഥലമല്ലേ, അപ്പം നമുക്ക് ഇടയ്ക്കൊന്ന് വിസിറ്റ് ചെയ്യാമെങ്കിൽ നല്ലതായിരിക്കും. ബൈബിളൊക്കെ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അത് ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. ചർച്ചിലൊക്കെ പറഞ്ഞിട്ട് ഒരു ഔട്ടിംഗ് ആയിട്ട് വെച്ചോ, നേരെ ഇവിടെ വന്ന് നിങ്ങൾക്ക് നല്ലൊരു സന്തോഷമായിരിക്കും കേട്ടോ. ഫാമിലി ആയിട്ടോ ചർച്ചുമായിട്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, ഇനി വീണ്ടും വിളിക്കണം കേട്ടോ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ശരി. അപ്പം നമ്മളെ വിളിച്ചത് മേഴ്സി ആന്റി. മേഴ്സി ആന്റി നല്ലൊരു പാട്ടൊക്കെ പാടി തന്നു. നല്ല കരുണയുള്ളൊരു ആന്റിയാണ്. അതെ അതെ. അപ്പം മേഴ്സി ആന്റിക്ക് നമുക്ക് നല്ലൊരു പാട്ട് അങ്ങോട്ട് പാടിക്കൊടുക്കാം. പാട്ട് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. നിക്ഷേപവും എൻ്റെ ഹൃദയവും എല്ലാം നിന്നിൽ തന്നെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട
ഒരു പാട്ടാണ് പാസ്റ്റർ അനിൽ അടൂരിൻ്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സോങ്ങാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ട് പാടാനായിട്ട്. അപ്പം അതിനകത്ത് ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഒരു സോങ്ങാണിത്. കുഞ്ഞുങ്ങളൊക്കെ പാടാനായിട്ട് ഒത്തിരി ഇഷ്ടപ്പെടുന്ന അതെ ഒരു പാട്ടാണ്. അല്ല, ഇതൊരു കൊച്ചു കുഞ്ഞ് പാടിയതാണത്, വൈറലായി. അതെ അതെ. അങ്ങനെ എന്താ പറയുക, അപ്പോൾ അതുകൊണ്ട് ആ കൊച്ചു പിള്ളേർക്കെല്ലാം അവർക്ക് അങ്ങനെയല്ല, അവരുടെ ആ ഏജിലുള്ള ആൾക്കാർ പാടുമ്പോഴാണ് അവർക്ക് സന്തോഷമാകുന്നത്. അതെ അതെ. എന്നാലും ഒരു ബ്ലെസ്സഡ് സോങ് ആണ്. നമ്മുടെ മേഴ്സി ചേച്ചിക്ക് അതൊരു ഇഷ്ടമായി തീരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം ഈ നമ്മൾ ഈ പാടുന്ന പാട്ടിൻ്റെ ഒക്കെ വരികൾ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രയോജനമുള്ളതായി തീരട്ടെ, നിങ്ങൾ ഒത്തിരി ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മുടെ എപ്പിസോഡിൻ്റെ ടൈം ഇവിടെ തീരുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തേക്കിന് തൽക്കാലം വിട വാങ്ങാം. അപ്പോൾ ഇത്രയും നേരം നിങ്ങളോട് കൂടെ സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞത് ഞങ്ങൾക്കും ഒരു ഭാഗ്യമാണ്. നിങ്ങൾ പാടിത്തന്ന പാട്ടുകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിനും വളരെ ബലമാണ്. ഇനിയും വരുന്ന എപ്പിസോഡുകളൊക്കെ ഞങ്ങളെ കണ്ടിന്യൂസ് വിളിക്കുക. കിട്ടാത്തവർ വിഷമിക്കേണ്ട, നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇത്രയും നേരം നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ വലിയനായ ദൈവം ഞങ്ങൾക്കും ഇടയാക്കി. ഇനി വീണ്ടും കാണുന്നത് വരെ തൻ്റെ ചിറകിൻ്റെ മറവിൽ കർത്താവ് നിങ്ങളെല്ലാവരും സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി ഇന്നത്തെ ഈ ദിവസം ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.